കാസ്ട്രോ നമ്മളെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞോ? അത് മാത്രമേ എനിക്ക് അറിയണ്ടോ. നമ്മളെ പറ്റിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ കാണണ്ടല്ലോ, ഇത് കാണണോ? അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാലിക്കിനാണ് കാര്യമായിട്ട് ഇതിൽ പറയുന്നത്. ഓന് ഒരു 100 രൂപ ഗ്രൂപ്പിൽ ചോദിച്ചതൊക്കെ എങ്ങനെ 100 രൂപ അങ്ങനെ. ഇതെന്താ വെച്ചാല് പൈസ എടാ ഒന്നാന്ന് വെച്ചാല് മാലിക് പൈസക്ക് വേണ്ടിട്ട് വന്നതല്ല എന്നുള്ള രീതിയിൽ മാലിക് ഓന്റെ ലൈവില് പറഞ്ഞു. അങ്ങനെ ഓ 1 മാസം എന്നുള്ള രീതിയിലാണ് ഓൻ പറഞ്ഞു. പൈസക്ക് 100 കണക്ക് പറഞ്ഞോ? അങ്ങനല്ലേ അങ്ങനെ സീരിയസ്ലി പിന്നെന്താ ഇവൻ പറഞ്ഞു എന്താ വെച്ചാൽ പൈസക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ഫാമിലി കുറച്ച് സെറ്റിൽഡ് ഫാമിലിയാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ എനിക്ക് ലക്ഷങ്ങൾ കൊണ്ടുവന്നരാനൊക്കെ എനിക്ക് ആൾക്കാരുണ്ട് എന്നുള്ള രീതി അത് ഒരു കൊളോക്കിയലി പറഞ്ഞതാണ്. അത് അങ്ങനെ അത് മാലിക് പറഞ്ഞു ഓന്റെ ലൈവില് പൈസക്ക് വേണ്ടി എനിക്ക് MRG പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അത് കാസ്ട്രോ അതില് ഗ്രൂപ്പിൽ 100 രൂപ അവൻ ചോദിച്ചത് ഒരു ദിവസം. അപ്പം കാസ്ട്രോ അയച്ചു കൊടുത്തു പറഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചു തന്നു. വാട്ടവർ അത് അങ്ങനത്തെ ഒരു സംഭവം അതൊക്കെയാണ്. മനസ്സിലായോ? പറ്റ ഡൗൺ ആ മാലിക്, അതാ പ്രശ്നം. അങ്ങനത്തെ നമ്മളാരിവിടെ പൈസ കൊടുത്തുകൊണ്ടൊന്നല്ല. നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ അത് നമുക്ക് അല്ലാതെ തന്നെ നല്ല നല്ല ഇത്ര റിക്രൂട്ട്മെന്റ് ചോദിക്കുന്നുണ്ട്. ഇവന്റെ കേസിൽ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു തലവേദന കേസ് വരും അറിയുമെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് എടുക്കാനല്ല. മനസ്സിലായി? നമുക്ക് KVM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ സിംഗിളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കാസ്ട്രോ അങ്ങനെ പറയുന്ന. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്ന് കണ്ടോട്ടെ. KVയുടെ സൈഡിൽ നിന്നിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം കൊച്ചാപ്പി ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് മാലിക്കിന് ഹേറ്റ് വന്നു? അല്ലെങ്കിൽ മാലിക്കിന് ഈ ഒരു ഇത്രയും ഒരു റേജ് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇഷ്ടപ്പെടാത്ത കേസ് മാലിക്കിന്റെ കേസിൽ വരുന്നു? എന്താണ് നിങ്ങൾ പറയാം? ഇപ്പൊ ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഇവനെ ഇതാക്കിയിട്ട്, അതായത് ഇന്ത്യൻ KVക്കാർ ഇത്രയും ഹെയ്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ പോയതല്ലേ, ഒരാൾ ബെറ്റർ ഗ്യാങ്ങിൽ കയറിയതല്ലേ എന്ന് പറയുന്ന ആൾക്കാർ പറയാനുള്ള ഉത്തരം പറയും. എന്തുകൊണ്ട്? അതായത് ഇപ്പൊ കൊച്ചാപ്പി ഇതിന് മുന്നേ കയറിയിട്ടുണ്ട്. അവനേക്കാളും ഗൺ പവർ ഉള്ള ഒരാളാണ് കൊച്ചാപ്പി. എൻ്റെ ഒരു ഇത് ശരിയാണല്ലോ. അതായത് ഗൺ പവർ കേസിലാണ് കൊച്ചാപ്പി അടിപൊളി ഗൺ പവർ ആണ് മാലിക്കിനേക്കാൾ. സ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലെയർ പോയി. നമ്മൾ ഇതേപോലെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാർ പബ്ലിക്കായിട്ട് വന്നിട്ട് അവർ എന്തെങ്കിലും അവൻ മസ്കറി അവന് ശരിയല്ല കമ്മിറ്റ്മെന്റ് ഇല്ല അങ്ങനെ പറഞ്ഞോ? എന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവർക്കൊന്നും ഇല്ലാത്ത ഹീറ്റ് എന്തുകൊണ്ട് മാലിക്കിന് കിട്ടുന്നു, അല്ലെങ്കിൽ മാലിക്കിന് എന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള KV ഫാൻസ് ആണെങ്കിൽ എന്തുകൊണ്ട് മാലിക്കിന് ഇത്രയും ഹീറ്റ് കൊണ്ട് അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരത് അതിന്റെ ലൈവ് അല്ലെങ്കിൽ അവിടെ ബാക്കിലോട്ട് പോയി കാണിക്കുന്നുണ്ട്. കാസ്ട്രോക്ക് നമ്മളോടല്ലടാ പ്രശ്നം, മാലിക്കിനാ പറയുന്നത്. മനസ്സിലാവോ? നമ്മളെയോ MRGനൊന്നും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ പറയുന്നത് പറയണൊന്നുമില്ല. ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായ കാര്യം എന്റെ പെർസ്പെക്ടീവ് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞുതരാം. ഈ ഒരു സംഭവം മാലിക് ഗ്യാങ്ങിൽ KV ഇറങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് ഉണ്ട്. ഗ്യാങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലീഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ലീഡേഴ്സ് ഇതിൽ പറഞ്ഞത് ഞാൻ കണ്ടപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഗ്യാങ്ങിൽ കുറെ പേര് പല ടൈമിലായിട്ട് പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരാളെ പോയി, അതിൽ കൂട്ടത്തിൽ ഒരാളെ പോയി, അത്രയ്ക്ക് തോന്നിയുള്ളൂ. സോ അതിൽ ഞാനൊരു നെട്ടാനോ അല്ലെങ്കിൽ ഒരു സംഭവമായിട്ടോ ആരോ കാസ്ട്രോന്റെ ചാറ്റിൽ പോയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് 100 രൂപ എനിക്ക് തോന്നില്ല. പക്ഷേ ഞാൻ അപ്പം മൈൻഡിൽ ഉണ്ടായ ശരി, അതായത് എന്റെ ഞാൻ ഈ മാലിക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ കേട്ട എന്താണോ ഇതാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയുന്ന വെച്ചിട്ട് കാസ്ട്രോക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കാസ്ട്രോ എന്ന് പറഞ്ഞാൽ പണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഞാൻ പണ്ട് എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് എല്ലാം പോലീസ് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ 2-3 ലക്ഷം റുപ്യ വിലയുള്ള സാധനം ലാപ്ടോപ്പ് എനിക്ക് അപ്പം അയച്ചു തന്നു. 2 ആഴ്ചത്തേക്ക് ആണെങ്കിൽ പോലും അതെനിക്ക് തന്നതാണ്. മനസ്സിലാവും? അപ്പൊ 100 രൂപയ്ക്ക് വേണ്ടിട്ട് ഓരങ്ങനെ കണക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ ഇതെന്താ വെച്ചാല് ഇവൻ പൈസക്ക് ഇവന് അത്ര പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം പൈസക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് പൈസക്ക് പ്രശ്നമില്ല പറഞ്ഞപ്പം പണ്ട് 100 രൂപ ചോദിച്ചത് കാണിച്ചതായിരിക്കും. അങ്ങനെ ആണ് ഇതിന്റെ പേരിൽ ഏറ്റു കൊടുക്കേണ്ട കാര്യമില്ലടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വിടാ, ഇത് പ്രശ്നമല്ല. ഇത് പ്രശ്നമില്ല. എനിക്ക് ജസ്റ്റ് ഇത് ആരോ ചാറ്റിൽ വന്നിട്ട് പറഞ്ഞു കാസ്ട്രോ മോക്കിങ് MRG അങ്ങനെ എന്തോ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നിട്ടും ഞാൻ ഓക്കെ, അതായത് ഒബ്വിയസ്ലി KVനേക്കാളും ബെറ്റർ ഗ്യാങ് ആണ് MRC. അതായത് അവന് അതിലോട്ട് കയറാണെങ്കിൽ അവന്റെ ഒരു വ്യൂഷിപ്പ് വൈസ് ആണെങ്കിലും അവന്റെ ഒരു കരിയർ വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അവന് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. സോ അവനത് മീറ്റിംഗ് അല്ലെങ്കിൽ അവന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, ബെസ്റ്റ് ഓഫർ ആണ്. സോ അവൻ MRC ഓപ്പർച്യൂണിറ്റി അവൻ അത് കയറി പോയി. ഓക്കെ, അത് ഓക്കെ മനസ്സിലാക്കാം. അങ്ങനെ പോയി എന്ന് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അതങ്ങനെ അത് ഞാൻ റെസ്പെക്ട് ചെയ്തത്. കാരണം എല്ലാവരും അദ്ദേഹം നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത് അവരുടെ ഒരു കരിയർ ഗ്രോത്തിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ അങ്ങനെ അവനത് പോയി എന്ന് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെ പോകാൻ വേറെ ലൈഫ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതുണ്ട്, അപ്പോൾ ബെറ്റർ കരിയർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം ആക്കിയിട്ട് പോകാൻ പറയുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് നമുക്ക് പറയുന്ന കേസിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആണ്. അതായത് അവന്റെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ ഏതോ ഞാൻ ലൈനിലൊക്കെ പോയതോ ഇത് അതിലോട്ട് ഇതിൽ എന്നിട്ട് അതിൽ എനിക്ക് സൈക്കിൾ സംഭവം വെച്ചാൽ അതിൽ കുറേ മണി എന്നുള്ള ചാനൽ വന്നപ്പോൾ അവനൊരു മാസം ഡയലോഗ് കളിക്കുന്നത്. അതായത് എന്തായിരുന്നു ഞാനത് തരാം, ഒരു മിനിറ്റ് വെയിറ്റ്, ഞാനത് ഇതാക്കി തരാം. ഞാൻ കേൾപ്പിച്ച് തരാം. ഞാൻ ലൈവ് കാണിക്കുന്നില്ല, കേൾപ്പിച്ച് തരാം. ആ സംഭവം എവിടെ ഒരു ഞാൻ അത് കണ്ടപ്പോഴാണ് എനിക്ക് അതെന്തോ എനിക്ക് ബാക്കിയുള്ള മാസാക്കാൻ വേണ്ടിയിട്ടാണോ എന്താ കാരണം ഞാൻ കേൾപ്പിച്ച് തരാം.
എനിക്ക് എന്തിനാണ് പൈസ ആവശ്യം? നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ ദാരിദ്ര്യം തെളിയിക്കാൻ പറ്റും, നിങ്ങൾ തെളിയിക്കും. എനിക്ക് പൈസ ഞാനത് ഞാൻ പാർട്ടി യൂസ് ചെയ്തിട്ടില്ല, എനിക്കെൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? എനിക്ക് പിന്നെ മെയിനായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പൈസയുടെ പിന്നാലെ പോയി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്നു ടീംസേ, എനിക്ക് പൈസയുടെ യാതൊരു കുറവും എൻ്റെ വീട്ടുകാരെനിക്ക് വരുത്തി വെച്ചിട്ടില്ല. മനസ്സിലായി? എനിക്ക് യാതൊരു ബാധ്യതകളും ഇല്ല, യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കിവിടെ. എനിക്ക് പൈസയുടെ യാതൊരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? എനിക്ക് പൈസയുടെ ആവശ്യമില്ല, നിങ്ങളത് മനസ്സിലാക്കി. അപ്പൊ ഭാവിയില് മറിച്ച് ബൂട്ട് ക്യാമ്പ് വരുന്നുണ്ടെങ്കിൽ മാലിക്കിന്റെ സാലറി കെട്ടാനാ പൈസന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ പൈസന്റെ ആവശ്യമില്ല കേട്ടോ. എനിക്ക് എന്തിനാണ് അല്ല, അഥവാ ബൂട്ട് ക്യാമ്പിൽ മാലിക് ഇൻക്ലൂഡ് ആകുന്നുണ്ടെങ്കിൽ മാലിക്കിന്റെ സാലറി നിങ്ങൾ ഇത് പറയുമ്പോൾ എൻ്റെ ദാരിദ്ര്യം തെളിയിക്കാൻ പറ്റുന്നത് നിങ്ങൾ തെളിയിക്കും. എനിക്ക് പൈസയുടെ ഒരു ആവശ്യമില്ല. പൈസ കണ്ടിട്ടില്ല എനിക്ക് പോകേണ്ട ആവശ്യം. ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് ലക്ഷങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ എടാ ഇത് അല്ലല്ല ഗ്യാങ് ഹൗസിന് പണിയാൻ വേണ്ടിട്ട് എത്രയാ 65,000 70,000 അങ്ങനെ എത്ര 75 എത്രയാ ഷെയ്ക്ക 65 70 അങ്ങനെ എന്തോ 80,000 അത് മാലിക്ക സ്പോൺസർ ചെയ്യല്ല അല്ല ലക്ഷങ്ങൾക്ക് വരില്ല. ഇപ്പൊ നമ്മളൊന്നും പൈസ ഇറക്കണ്ടല്ലോ. എടാ ഒരു സൈഡ് ഇത് കിട്ടി അവരിങ്ങനെ ഇരിക്കുക. സീരിയസ് തമാശ അറിയാത്തോണ്ടാട്ടോ ഇവരിങ്ങനെ. ഇത് പറഞ്ഞപ്പോൾ അവിടെ ചാറ്റിൽ ഫുള്ള് മാസ്റ്റർ റിച്ച് മാലിക്കല് മാലിക്ക് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഇവരെന്തിനെ പറഞ്ഞത് ഓക്കെ ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ക്യാഷ് മറ്റേ റവന്യൂസ് ആണ് എല്ലാ ദിവസവും ഞാൻ ഡൗൺ സ്റ്റേജിലാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കേണ്ടത് അങ്ങനെ ഓക്കെ. എനിക്ക് ഇപ്പോൾ മാലിക്ക് പറയുകയാണ്, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ ഒരു ഡൗൺ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയി MRC ഒന്നുകൂടി നല്ല രീതിയിൽ ഓഫേഴ്സും അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ബെറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അതുകൊണ്ട് ഞാനത് പോയി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഒരു കരിയറിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ പോയി പറയാം. ഇവൻ ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവൻ കുറച്ച് കാലം മുന്നേ ഗ്രൂപ്പിൽ ഇതേപോലെ ഫുഡ് കഴിക്കാൻ എൻ്റെ പൈസ പോലും ഇല്ല, ആരെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ഒരു പൈസ അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലിട്ട് ഞാനാണ് അവന് ഈ ഇതുണ്ടോ ഞാനാണ് അവന് പൈസ അയച്ചു കൊടുത്തത്. അത് 100 രൂപ ചെറിയ എമൗണ്ടാണ്. പക്ഷേ ആ 100 പോലും അവനെ എടുക്കാല്ല. ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ പൈസ തരുമെന്ന് വരെ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ എനിക്ക് പൈസക്കൊന്നും ഒരു കുറവില്ല, എനിക്ക് ഞാൻ റിച്ച് ആണ്, എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ അമ്മാനാടുന്ന ആൾക്കാരാണ്. അവൻ പറഞ്ഞ സംഭവമാണ്. അതായത് എൻ്റെ ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ല, എനിക്ക് ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പൈസ അയച്ചു തരുന്നത് ഞാനാണ് അവന് ഗ്രൂപ്പിലോട്ടാണ് ഞാൻ അവന് ക്യാഷ് അയച്ചു അതിന് താങ്ക് യു പറഞ്ഞ ചേട്ടാന്ന് അയച്ചെന്ന ഇതാണുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആൾ എന്തിനാണ് ഇതില്ലെങ്കിൽ പിന്നെ വെറുതെ ആൾക്കാരുടെ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ എനിക്ക് പൈസ ആവശ്യമില്ല, ഇതില്ല ഇത് ഇതാക്കേണ്ട ആവശ്യമില്ല. ബ്രോന്റെ കരിയറിനാണ് പോയെങ്കിൽ അത് പറയാം, അത് പറഞ്ഞിട്ട് പൊക്കോ, അല്ലെങ്കിൽ അത് പറയട്ടെ ഓക്കെ കെ മെമ്പേഴ്സ് അതിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ഇടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു കരിയറിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പോയി. ഇനി ഓക്കെ ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞു വെച്ചാൽ ഇനി അതിൽ കണ്ടു വെച്ചാൽ ഇതേപോലെ ഇപ്പോൾ റൊണാൾഡോ വരെ ഇത് പറഞ്ഞു, അതായത് റൊണാൾഡോ വരെ ക്ലബ്ബ് മാറുന്നുണ്ട്. അപ്പൊ പിന്നെ ഈവൻ ഒരു ഗെയിമിൽ ഒരു ഗ്യാങ് മാറി വെച്ചിട്ടുണ്ട്. ഇവൻ സൂയല്ലേ അതറിയില്ല, എന്റെ പേരൊക്കെ സൂയി മാലിക്കാണ്. അവിടെ മാലിക്ക ഞാനൊരു ഡൗട്ട് ആയിക്കട്ടെ, നീ ഇപ്പൊ ഹിറ്റ്മാനോട് പറഞ്ഞ സമയത്ത് നീ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, അത് പോകുന്ന നല്ലതായിരിക്കും എന്നുള്ളത് നീ ഹിറ്റ്മാനോട് പറഞ്ഞിട്ടുണ്ടോ? ആ സ്ക്രീൻഷോട്ട് റിയലാണോ മാലിക്? അത് ഒമ്മിക്ക് 10 മാസം 19 മാസം ആണോ? നീ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാന്നിട്ടാണ് ചോദിച്ചത് ശരിക്കും? അതെന്താണെന്നറിയോ, സത്യം പറഞ്ഞാ അത് ക്ലാരിഫൈ ചെയ്യാന്നിട്ട് നിന്നാണ് പറഞ്ഞുതരാം. ഒരു ടൈം ആവുമ്പോ വീട്ടിൽ നിന്ന് ചോദിക്കല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം പൈസ ഒക്കെ തരണേന്നല്ല, ആ ഒരു നമുക്കൊരു ഫീല് വരുമല്ലോ, ഒരു ആമ്പിളേരാണ് അറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് കുറെ ഒക്കെ ചോദിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ബാഡ് ആവും. ആ ടൈമില് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടല്ല സത്യം പറഞ്ഞ. ആ ടൈമില് നമ്മള് ചോദിക്കും, ഒട്ടില്ലാണ്ടായപ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, മനസ്സിലായി. പിന്നെ ഞാൻ മറ്റേ കാര്യം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് അവരുടെ പറച്ചിലായിട്ടൊരു മാതിരി ദരിദ്രനാണെന്നുള്ള സംസാരത്തിന്റെ ഇതിനെ മാത്രം സംസാരിച്ചാണ്. അല്ലാത്ത എനിക്ക് ഞാനത് ഒരാളെയും മോക്ക് ചെയ്ത് പറഞ്ഞല്ല, കെവിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല, ഇതിനെ മോക്ക് ചെയ്ത് പറഞ്ഞല്ല. ഞാൻ എന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞ അത് ഞാൻ വ്യൂവേഴ്സിന്റെ അടുത്ത് പറഞ്ഞാണ്, എന്റെ ഇതിലെ അബോധം പറഞ്ഞ ടീംസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യമുള്ളത്. അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കെവിയുടെ ഇതിലെ ഒരു നിമിഷം മാസം കയറി പോയാലാ പുറത്തുവിടല്ലേ തൊപ്പി? അത് നേരെ തിരിച്ചുകൊണ്ട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞെ ഇപ്പോഴും എന്റെ വീഡിയോ ഉണ്ട്. ഒരു സമയത്ത് മാക്കിന്റെ അക്കൗണ്ട് ബാലൻസ് 15,000 ഉള്ള സമയത്ത് എന്റെ അക്കൗണ്ട് ബാലൻസ് 10,000 ആയിരുന്നു.
അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു മനസ്സിലാവും. അതാണ് ഇതെല്ലാം ഒരാൾ ഓരോ ടൈം ഡൗൺ ആയിരിക്കും, ചില സമയത്ത് അപ്പാവും ഡൗൺ ആവും. അതെല്ലാം ടൈമില് മാറുന്ന കാര്യങ്ങളാണ്. അത് എനിക്ക് തോന്നുന്നില്ല ലൈവില് സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്താണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതെന്താണ് പോകുന്നത്? പക്ഷേ ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഇതിപ്പോൾ വേറെ ആൾക്കാർ നമ്മുടെ മുന്നേ പറഞ്ഞാൽ കൊച്ചാബിർ പോയിട്ട് അവരൊന്നും പോകുമ്പോൾ ഉണ്ടാവാത്ത ഹേറ്റ് എന്തുകൊണ്ട് ഇതിനൊന്നും. കാരണം ഇവരാരും ഈ റൊണാൾഡോ ആണെങ്കിലും ഇതേപോലെ തന്നെ വന്നിട്ട് ഞാൻ ഈ ഒരു ക്ലബ്ബിൽ മാത്രമേ കളിക്കുള്ളൂ, എന്നെ ഈ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കാത്തോളം കാലം ഞാൻ ഈ ക്ലബ്ബിൽ നിന്ന് ഞാൻ പോകില്ല. അതായത് ഞാൻ ലിറ്ററലി ഞാൻ ഇത് മനസ്സിലാക്കാം, ഞാനൊരു സാധനം മനസ്സിലാക്കാം. എനിക്ക് ഇതും കൂടെ കണ്ടിട്ടാണ്, അതായത് ഇതെനിക്കൊന്നും ഒരാഴ്ച എന്തായിട്ടുള്ളൂ, ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ. ഇതും കൂടെ കണ്ടിട്ട് പറ മാലിക്കിന്റെ ലൈവത്തെ സീൻ എന്തുകൊണ്ടും എനിക്ക് ഞാൻ നിങ്ങൾ വിചാരിക്കണമല്ലോ ഒരു ഗ്യാങ്ങായിട്ട് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഗ്യാങ്ങിൽ നിന്ന് വിട്ടുവരാൻ ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഹേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ആഗ്രഹിച്ച് ആത്മാർത്ഥത്തോട് കൂടിയിട്ട് അത്രയും ടൈ ഹാർഡ് ചെയ്തിട്ട് അത്ര എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന എല്ലാ സൈഡിലും ഒരു ഗെയിമിന്റെ. ഇപ്പൊ ഒരു പെണ്ണുമായിട്ട് നമ്മൾ പ്രണയത്തിലുള്ളപ്പോ എങ്ങനെയായിരിക്കും, നമുക്ക് ഓളായിരിക്കും വേൾഡ് അല്ല, ഓളായിട്ട് മരിക്കുന്നവരെ ഓളഞ്ച് ജീവിക്കാൻ തന്നെ നമ്മൾ വിചാരിക്കും. ബ്രേക്കപ്പ് ആകുമ്പോ അങ്ങനെയല്ലല്ലോ, നമ്മളെ ഇത് മാറില്ല. മനുഷ്യനാകുമ്പോ അതും മൈൻഡ് മാറുന്നത്, അതെല്ലാം നോർമൽ, ഇതെല്ലാം നാച്ചുറൽ ആണ്, ഇതെല്ലാം നോർമലാ. ഇതെന്ത് ഇത്ര വലിയ എനക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ലൈക്ക് ഇതെന്ത് തേങ്ങാന്നുള്ളതിൽ അന്തം വിട്ടതാണ് ആ റീസൺ ഇന്ന് ലൈവിൽ ഒന്ന് പറഞ്ഞ സംഭവം. അതെന്ത് കിണ്ടി റീസണുകൾ കാണാത്തവരാണ്, അത് ആ പറഞ്ഞ റീസണാണ് എന്റെ കിളി. അതായത് ലൈക്ക് ബ്രോ ഇതിനെ കണ്ടിന്യൂഷൻ അടിക്കാനോ ഇതിന് ഇവരെ കളിയാക്കി 2 മാസം അടിക്കാനോ ഒന്നും ഞാനില്ല. എനിക്ക് ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഈ നിമിഷം ഞാൻ എന്ത് പറഞ്ഞാലും കാസ്ട്രോ ഹേറ്റ് പോകുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു അക്ഷരം ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇത് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാം. ആൾക്കാർ ശ്രദ്ധിച്ചില്ല. അതേപോലെ കളിയാക്കുന്ന പോലെ എനിക്ക് ലിറ്ററലി കണ്ടപ്പോൾ തോന്നിയത് ലൈക്ക് ഇത്രയുള്ള എംആർസി കാരണം ഇത്രയുള്ളൂ എന്റെ മുന്നിൽ എംആർസി എന്ന് ലൈക്ക് ലിറ്ററലി പറയാണ്ട് പറയുന്ന രീതിയിലാണ് അവൻ അതങ്ങനെ പറഞ്ഞില്ല. ലൈക്ക് അതൊരു റീസൺ ആണ് നമുക്ക് അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചെറുപ്പം തൊട്ടേ കുട്ടിക്കാലം വരെ നിങ്ങൾ കളിച്ച് ഒപ്പം കളിച്ചുള്ള നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ കൂട്ടുകാർ നിങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും ഒരുമിച്ച് പഠിക്കാറുള്ളത് അല്ലെങ്കിൽ ഒരുമിച്ച് കളിക്കാറുള്ളത് എല്ലാം പോകുന്നു. അപ്പുറത്തുള്ള ഒരു ടീമിൽ അല്ലെങ്കിൽ അപ്പുറത്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഓപ്പോസിറ്റുള്ള ഒരു ഗ്യാങ് അവർ ഗാംഗിൽ സംസാരിക്കാൻ പോയപ്പോൾ അവനെ മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ കളിച്ചു അതുകൊണ്ട് ഞാൻ ആ ഗാംഗിൽ കയറുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മുടെ ഒപ്പം നമ്മുടെ കമ്മിറ്റ്മെന്റിൽ നമ്മുടെ ഒപ്പം ഒരുമിച്ച് നമ്മുടെ സന്തോഷത്തിലെല്ലാം നിന്നിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് ചവിട്ടി തള്ളിയിട്ട് ഇതേപോലെ ഇതുവരെ പുതിയ ചവിട്ടിത്തള്ളാനോ നീ അവരെ മോശം പറഞ്ഞില്ലല്ലോ. ഇതിൽ ചവിട്ടി തള്ളുന്ന ഞാൻ അറിയാൻ പറ്റും. ഇത്ര ഇതിനെക്കാളും വലിയ കമ്മിറ്റ്മെന്റ് ഉള്ള ഇത് ടി വിയിലെല്ലാം എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ബോണ്ടിങ് ഉള്ള പ്ലേയേഴ്സ് ഇറങ്ങി വേറെ ഗ്യാങ് കയറി അല്ലേ. ഇതെല്ലാം നോർമൽ, ഇത് നാച്ചുറൽ, ഇതൊന്നും സംസാരിക്കേണ്ട വിഷയമല്ല. അപ്പാപ്പൻ നമ്മുടെ ഗെയിമിയുടെ ഗ്യാങ് ഇപ്പൊ ഗ്യാങ്ങുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ വാസ്കോ ഇവർക്കാണെങ്കിൽ ഞാൻ ഇതിൽ എന്റെ പേരിട്ടില്ല. അതുണ്ടെങ്കിൽ ഞാൻ ഈ ലൈവ് വരില്ല, ലിറ്ററലി ഞാൻ ലൈവ് വരില്ല. കാരണം കരിയർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം നമുക്ക് ഇറങ്ങാവും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാലിക്, ഇത് ക്ലോസ് ചെയ്യട്ടെ ചാറ്റ്. ഇത് ഇത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ എന്തേലും വിളിച്ച് പറയും. വെറുതെ ഓനും കൂടി എനക്ക് അങ്ങനെ താല്പര്യം ഇല്ലടാ. എനിക്ക് വേറൊരാളെ കരിയർ നശിപ്പിച്ചിട്ട് ഇഷ്ടമല്ല. വിട് പോട്ടെ. ഞാൻ പറയുന്നത് അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളെ ഗ്യാങ്ങിൽ എടുക്കാനുള്ള പ്രൊസീജിയർ എന്താന്ന് ഇത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഷെയ്ക്ക മേക്ക മാലിക്കിനെ ഗ്യാങ്ങിൽ എടുക്കണം അത്രയും പെട്ടെന്ന്. മാലിക്ക നീ ആർപ്പി നിർത്തുന്ന എംആർജി കയറുന്നില്ല, കെവി കയറുന്നില്ല, അങ്ങനത്തെ ചിന്തകൾ ഞാൻ പറയുന്നത് നീ ഒന്ന് ഉറങ്ങി എണീക്ക്. മനസ്സിലാ? നീ അല്ലെങ്കിൽ 2 ദിവസം നീ ഒന്ന് ഉറങ്ങി എണീച്ച് ശരിക്കും ഒന്ന് ആലോചിക്ക്. ഇതെല്ലാം ഒരു 2 ദിവസത്തെ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ കാസ്ട്രോ ഇത് മറക്കും, നമ്മളിത് മറക്കും, ആൾക്കാർ ഇത് മറക്കും. മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞ ദിവസമായിട്ട് അങ്ങ് വിടുക. 2 ദിവസം അങ്ങ് ഉറങ്ങി എണീക്കുക, ഒന്ന് റീഫ്രഷ് മാച്ച് പബ്ജി കളിക്കുക. മുത്തേ ഡിപ്രഷൻ മാറാൻ 2 മാച്ച് പബ്ജി കളിക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞാ വെൽക്കം ടു എംആർസി. അത്രേ ഉള്ളൂ. മനസ്സിലാവും? അതെ 2 മാച്ച് പബ്ജി കളി 2 കളിക്കാവൂ. ഇല്ല ഇവനെ പോലെ 2 മാസം ഒരു റൂമിന്റെ അകത്തൊക്കെ ഇരുന്നാണ് 2 മാച്ച് തോറ്റിട്ട് പ്രശ്നം. ഓക്കെ, റീസൺ കേൾക്കുന്ന പറയുന്നുണ്ട്. അവനെ റീസൺ പറഞ്ഞല്ലോ. ആടാ എന്താന്ന് നീ ഒന്ന് പറഞ്ഞടാ, ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത റീസൺ. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നല്ലോ ബൂട്ട് ക്യാമ്പില് ഗ്യാങ് ഹൗസിൽ വന്നല്ലോ. ഗ്യാങ് ഹൗസിൽ വന്നപ്പോ നമ്മള് കോമഡി ആയിട്ട് തുപ്പി പറഞ്ഞല്ലോ. ഗേവിയല്ലേ ഇതൊക്കെ പറഞ്ഞില്ലേ കോമഡി ആയിട്ട്. അപ്പൊ എനിക്കും ബോധമുണ്ട് അത് കോമഡിയിലാ പറഞ്ഞെന്നുള്ള ബോധം എനിക്കറിയാം. പക്ഷെ ആ ടൈമില് ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എടാ ഞാനൊരു കാര്യം വേണ്ട, നമുക്ക് അല്ല ഞാൻ പറയുന്നത് നീ ഇവിടെ വന്നു
ഈ KVL ഒരു മെമ്പർ എൻ്റെ ലൈവിൽ വന്നു. എനിക്ക് KVLനോട് എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാസ്ട്രോനോട് എന്തെങ്കിലും ഒരു തുള്ളിയെങ്കിലും ദേഷ്യമോ ഇതോ എനിക്ക് ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ആടെ എന്നിട്ട് ഇതാ KVLൻ്റെ ആളിടണ്ടടാ ഹോസ്റ്റേജ് ഇതാ പിടിച്ചോന്ന് തൊട്ട് അങ്ങനെ കോമഡി ആക്കില്ല. നമുക്ക് കോമഡി ആക്കാൻ പറ്റൂല. നമുക്ക് ഒരാളോട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ദേഷ്യമോ ഇതോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അത്രയും ഓപ്പൺ ആയിട്ട് അത്രയും അവരൊന്നും എനിക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? നമ്മളത്രയും മോട്ടീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ KVA TV ആയിട്ട് വള്ളില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഗ്യാങ് പോലും അതൊരു ഗ്യാങ് തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രീമേഴ്സ് തമ്മിലുള്ള ഒരു ഇത് വേണ്ടെന്നുള്ള ഒരു റൂൾ ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മൾ തുടങ്ങിയത്. മനസ്സിലാവും? പിന്നെന്ന് വെച്ചാൽ കാസ്ട്രോന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യം ഉണ്ടടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ശരിയാണ്. ഞാൻ എന്താ പറ്റിയത് പറഞ്ഞു എല്ലാവരും പറയാനുള്ള ഒരു സ്പേസ് കിട്ടിയില്ല. പ്രോപ്പർ ആയിട്ട് മെല്ലെ ചെറുതായിട്ട് സ്റ്റെപ്പ് എടുത്ത് നോക്കണേ. നീ ചാടി കയറി എടുത്ത് മെല്ലെ മെല്ലെ കൺവിൻസ് ചെയ്തിട്ടേ ഇങ്ങനെ മെല്ലെ ഒരാളായിട്ട് സംസാരിച്ച് ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആകുമ്പോ എന്താ ചെയ്യുക? നീ ഇപ്പൊ RP റിലേഷൻ RP ചെയ്തിട്ടുണ്ടോ? അപ്പൊ ബ്രേക്കപ്പ് ആകുമ്പോ എന്താ ചെയ്യാം? മെല്ലെ മെല്ലെ ഓരോ ഇതായിട്ട് പറഞ്ഞു അങ്ങനെ ഇതാക്കണം. മനസ്സിലാവും? അതുപോലെയാണ് മെമ്പേഴ്സിനോടൊക്കെല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഹിറ്റ്മാനോട് പോയി സംസാരിച്ചതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഷോക്ക് ആയിട്ടുണ്ടോ? മനസ്സിലാവും? ശരിയാണ്. എന്റെ ഭാഗത്ത് തെറ്റില്ലാന്നല്ല, തെറ്റുണ്ട്. എല്ലാവരുടെ പറയാനായിട്ടൊരു സ്പേസ് എനിക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും വഷളായ കാര്യങ്ങള് വിളിച്ചിട്ട് സംസാരിക്കാനാ. അതെ, നീ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് സംസാരിച്ച് ഒന്ന് അപ്പോളജൈസ് എല്ലാം ചെയ്താൽ ഒന്ന് റെഡിയാക്ക്. എന്തായാലും നിനക്ക് വേണ്ടി MRGന്റെ വാതിൽ എന്തായാലും നമ്മള് തുറന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് അതെല്ലാം തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. ഓക്കെ.